വ്യൂവേഴ്സ് എല്ലാവർക്കും വരുന്നത് നമ്മൾ സ്കൂളുകാർക്കും സാധനമൊക്കെ മേടിച്ചില്ല. ഞാൻ മേടിച്ചു ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇത് ഒരു 1.5 കൊല്ലത്തിന് ഉപയോഗിക്കാൻ കാണുമെന്നാണ് എൻ്റെ ഒരു കരുത്. നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ഇതാണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാച്ചിൻ്റെ ഒരു കട്ടറിൻ്റെ ഇതൊക്കെയാണ്. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇവിടെ റബ്ബറുണ്ട്. ഈ റബ്ബർ തൂത്ത് തുടങ്ങിയിട്ട് പിന്നെ അതിൻ്റെ ഡസ്റ്റൊക്കെ ഈ സാധനം വെച്ച് ഇങ്ങനെ തൂത്ത് ബുക്ക് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഷാർപ്നറിൻ്റെ കട്ടറും പിന്നെ ഇത് വാച്ചിൻ്റെ ആയിട്ടാണ് വരുന്നത്. ആ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ കട്ടറുണ്ട്. നമ്മുടെ ഈ 3 കട്ടറിനകത്ത് വരുന്ന മഞ്ഞ, ബ്ലൂ എല്ലാം സെയിം. ഇതുപോലത്തെ തന്നെ ഇതെല്ലാം സെയിമുമാണ്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ച് പ്രത്യേകതയൊക്കെ ഉണ്ട്. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇത് ഫിഷിൻ്റെ ഒരു കട്ടറാണ്. ഇത് നമ്മുടെ പിള്ളേർക്ക് കുറെ ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷിന്റെ കട്ടാണ്. അപ്പം പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേന പെൻസില്, നല്ലൊരു പേന പെൻസിലുണ്ട്. അത് 10ന്റെ പേന പെൻസിലാണ്. ഒത്തിരി സാധനങ്ങളുണ്ട്. പിന്നെ 10 പേന പെൻസിലിന് 10 രൂപ. ഒരു 10 പേന പെൻസിൽ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. പേന പെൻസിലിന്റെ പേന പിന്നെ കവറും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പെൻസിൽ മേടിച്ചിട്ടുണ്ട്. ഒരു പെൻസിലും പിന്നെ കുറച്ച് പാക്കറ്റിലല്ലാത്ത പെൻസിലും ഒരു പാക്കറ്റിലുള്ള പെൻസിലും. ഇത്രയും പാക്കറ്റിലല്ലാത്ത പെൻസിലാണ്. ഒരു പാക്കറ്റിലുള്ള പെൻസിലും ഉണ്ട്. പിന്നെ ഇത് കുറച്ച് പേന പെൻസിലാണ്. പേന പെൻസിൽ ഇങ്ങനെ ഞെക്കുമ്പോൾ വരുന്ന പേന പെൻസിലാണ്. ഇത് ഇവിടെ ഈ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഇങ്ങനെ ഞെക്കുമ്പം കുറച്ച് ഇങ്ങനെ ഇത് വരും. ഇതാണ് അടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഇതും ഒരെണ്ണം ഉള്ളൂ വേറെ വ്യത്യസ്ത കളറ്. പിന്നെ രണ്ടും വേറെ കളറ് തന്നെയാണ്. പിന്നെ ഒരു കട്ടറുണ്ട്. ഇതുപോലത്തെ ഒരു സാധാ കട്ടർ, അത് വരുന്നൊരു സാധാ കട്ടറുണ്ട്. പിന്നെ ഒരു 2 ഇറേസർ ഉണ്ട്. നമ്മുടെ 2 ഇറേസർ എല്ലാം തൂക്കുന്നത് സാധാ ഇറേസർ, മറ്റേതിന് പോലെ സാധാ ഇറേസർ. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കെയില് ഇങ്ങനെ പിള്ളേർക്ക് ബോറടിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ കളിക്കാൻ പിന്നെ ഇങ്ങനത്തെ ചെറിയ അക്ഷരമൊക്കെ നോക്കി വായിക്കാൻ പറ്റുന്നതാണ് ഇത്. അടുത്തത് അതുപോലെ തന്നെ വേറെ സ്കെയിലും പിങ്ക്. ഇത് ഗ്രീനാണ്, പിങ്ക്. പിന്നെ സ്കെച്ച് പെന്നിന് ഒത്തിരി കളേഴ്സ് ഉണ്ട്. എല്ലാ കളേഴ്സും ഉണ്ട്. പിന്നെ അടുത്ത സ്കെച്ച് പെൻ നമ്മുടെ 3 സ്കെച്ച് പെൻ ആണുള്ളത്. ഇതും പിന്നെ ആയിട്ടുള്ളത് ഇതും സ്കെച്ച് പെൻ, 3 സ്കെച്ച് പെൻ. പിന്നെ നമ്മുടെ 2 ക്രയോൺസ്, സ്കൂളിൽ പിള്ളേർക്ക് കളർ അടിക്കാനുള്ള ക്രയോൺസ്. പിന്നെ കളർ പുസ്തകം, ഹെങ്ങിന്റെ കളർ പുസ്തകം, ചിക്ക് കളർ പുസ്തകം, എല്ലാത്തിന്റെ കളർ പുസ്തകമാണ് ഇത്. പിന്നെ ഇതുപോലെ വേറെ അതുപോലെ തന്നെ ഷീറ്റിന്റെ പടം പിള്ളേർക്ക് വരച്ചിട്ട് കളർ ചെയ്യാനുള്ള ഒരു ബുക്കാണിത്. പിന്നെ ഇതൊരു കളർ ക്രയോൺസ് പെൻസിലാണ്. പെൻസിലിനകത്ത് ഒത്തിരി കളർ വരുന്നില്ല, ചെറുതായിട്ട് കുറച്ച് കളർ വരുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് അതുപോലെ തന്നെ കുറച്ച് കളർ ഉള്ള കളർ പെൻസില്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കളറുള്ള കളർ പെൻസിൽ. നമ്മുടെ 3 കളർ പെൻസിൽ ഉള്ളതാണ്. പിന്നെ അടുത്തത് ബ്രൗൺ പേപ്പർ എന്തായാലും വേണം സ്കൂൾ തുറക്കുമ്പോൾ. പിന്നെ ഇതുപോലത്തെ ഒരു ക്രയോൺസ്, പിന്നെ ഇതുപോലത്തെ അടുത്ത കളർ പെൻസിൽ, ഇത്രയും പാക്കറ്റിലുള്ള കളർ പെൻസിൽ. പിന്നെ നമ്മുടെ കുപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ആവുന്ന ഒരു കുപ്പിയാണ്. പിന്നെ എൻ്റെ പടമുള്ള ബിയാമൊക്കെ എഴുതിയിട്ടുള്ള ഒരു കുപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ വെക്കുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയി വരും, പിന്നെ ഇങ്ങനെ അടയ്ക്കുമ്പോൾ ഓപ്പൺ ആയി വരും. പിന്നെ നമ്മുടെ ഇത് നെയിൽ സ്ലിപ്പ് 2 മേടിച്ചിട്ടുണ്ട്. 3-4 തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. 3 നെയിൽ സ്ലിപ്പും മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് വാട്ടർ കളർ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് കുറച്ച് ബ്രഷും ഒരു വാട്ടർ കളറും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്കെയില്, സാധാ ഒരു സ്കെയിൽ, നേരത്തെ അല്ല, സാധാ ഒരു വൈറ്റ് സ്കെയില്. പിന്നെ നമ്മുടെ എല്ലാവർക്കും ബുക്ക് വേണമല്ലോ. പിന്നെ ആദ്യത്തിന് ഓറഞ്ച് കളറിലെ ഇങ്ങനത്തെ ഒരു ബുക്കാണ് ടു ലൈൻ. ഇത്രയും ബുക്കുകളുണ്ട്. ബുക്കുകളല്ലാത്തത് പിന്നെ ബോക്സ്, ഇത് നല്ല വെറൈറ്റി ബോക്സ് ആണ്. ഇതിനകത്ത് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു മാർക്കർ വരുന്നുണ്ട്. ആ മാർക്കർ ഇങ്ങനെയാണ്. ഇവിടെ തുറന്നിട്ട് ഇവിടെ ഇങ്ങനെ പടം വരയ്ക്കാൻ പറ്റും. പിള്ളേർക്ക് ബോറടിക്കുമ്പോൾ ഇങ്ങനെ പടം വരയ്ക്കാൻ പറ്റും. പിന്നെ അത് അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇതും വെച്ച് തുടയ്ക്കാനും പറ്റും. ഇങ്ങനത്തെ ഒരു ബോക്സാണ് ഞാൻ മേടിച്ചേക്കുന്നത്. പിന്നെ അടുത്തത് ഒരു പൗച്ചും മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ പൗച്ചിന്റെയും ബോക്സിന്റെയും ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് പൗച്ച് മേടിച്ച ബോക്സ് മേടിച്ച. പിന്നെ ഇതിനകത്തൊരു സംഭവം ഉണ്ട്. ആ സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതെടുക്കാൻ ഞാൻ മറന്നു പോയത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇറേസറാണ്. ഒരു പേന
ഇത് എല്ലാവർക്കും അങ്ങനെ വേണം, ഓൺലൈനിൽ നിന്ന് മേടിച്ചതാ. പിന്നെ അതുപോലെ തന്നെ പൗച്ച്, ഇത് ഏറ്റവും നല്ല വിലയുള്ളത് ഒരു ക്രയോൺ സ്പെറ്റ് ആണ്. ഇത് എത്ര വിലയാണെന്ന് അറിയോ, ഒത്തിരി ഉണ്ട്. പിന്നെ അടുത്തത് 10-25 രൂപയുള്ളത് ഒരു എല്ലാം കൂടെ ഉള്ളത് ഒരു ഇത് ഉള്ളത് സ്കെച്ച്. പിന്നെ നമ്മുടെ ബാഗ്, ഇത് ട്യൂഷൻ കൊണ്ടുള്ള ബാഗ്, ഇത് സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. ഇതിനകത്ത് നല്ല ക്വാളിറ്റിയാണ്. താങ്ക് യു ഗൈസ്. ലൈക്കും കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ്, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും തരാം. ബൈ ബൈ.